500 കൊല്ലം അള്ളാഹ് ആയുസ് തന്നെന്ന് വിചാരിക്കുക. പിന്നെ അള്ളാഹ് വിചാരിച്ചു ഒരു 500 കൂടി കൊടുത്തേക്കാം, 1000 കൊടുത്ത്. ഈ 1000 കൊല്ലം യൂട്യൂബിലെ ഫുൾ വീഡിയോസ് കണ്ടു തീർക്കാന്ന് വിചാരിച്ചാൽ തീരോ? ഇല്ല, ഇനിയും വീഡിയോസ് ബാക്കിയുണ്ടാവും. 2 ആൾ നടന്നു പോകുന്നു, ഒരാൾ കുഴിയിൽ വീണ്, 4 ആൾ ഹാന്ന് ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഇതിലുണ്ടാവുള്ളൂ. ഇത് കണ്ടു തീർത്ത് കാലം കൊല്ലലല്ല കൂട്ടുകാരെ നമ്മുടെ ജീവിതം. അല്ല, ഇപ്പൊ ഒരു 18ാമത്തെ വയസ്സിൽ വല്ല അപകടത്തിൽ ഒരു ചെറുക്കൻ, ഒരു പെൺകുട്ടി മരിച്ചുപോയി എന്ന് വിചാരിക്കാം, തീർന്നല്ലോ കാലം. ഇനി ഒരു സുബ്ഹാനല്ലാഹ് കഴിയോ? ഇല്ല, തീർന്നില്ലേ? തീർന്നു. ആഖിറത്തിലെത്തിയ ഈ കുട്ടി എന്താ വായിക്കല്? ഏട് വായിക്കും. 18ാം വയസ്സിലാണ് മരിച്ചേക്കണത്. അതറിയാലോ. 15ാം വയസ്സിൽ പ്രായപൂർത്തിയായിട്ടുണ്ട്. യെസ്, 3 കൊല്ലമാണ് ജീവിതത്തിൽ കർമ്മങ്ങൾ എഴുതപ്പെടുന്ന കാലമായി ജീവിച്ചത്. 3 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ അത് വായിക്കും. 3,48,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. ഒന്ന് വേറെന്താ നമ്മുടെ ചെക്കന്മാർ വൈകിയ? എന്തപ്പോ വൈകിയ? ഒരാൾ ബൂട്ട് കെട്ടുന്നത്, വേറൊരാൾ ബൂട്ട് അഴിക്കുന്നത്. ആരുടെങ്കിലും ബൂട്ടിൻ്റെ ഇടയിൽ പണയം വെക്കാനുള്ളതാണോ നമ്മുടെ തലച്ചോറ്? ആണോ? അല്ല. ആണോ? അല്ല, അല്ല. നമ്മുടെ സമയം ഇങ്ങനെ വെറുതെ കളയാ. ഇന്നത്തെ ഈ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്ക് ഉറങ്ങും? എത്ര മണിക്ക് ഉറങ്ങും? എത്ര മണിക്ക് ഉറങ്ങും? അതേ തമാശാക്കല്ലേ, 2 GB ബാക്കിയുണ്ട്, വെറുതെ പോയാൽ നഷ്ടമല്ലേ? എന്ത് ജീവിക്കാണോ പ്രാധാന്യം, ആയുസ്സിനാണോ പ്രാധാന്യം? ആണോ? ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അയാൾക്ക് സ്വർഗത്തിൽ മരം ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സുബ്ഹാനല്ലാഹ് എല്ലാം എത്ര സമയം വേണം? എത്ര വേണം? ആകെ 2 സെക്കൻഡുകൾ വേണം. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ ഒരു മരം ഓഫർ ചെയ്യപ്പെട്ട ദിക്റാണത്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയാം, നിന്നോടൊരു ഹാജിയാര്, ഒരു പണക്കാരൻ പറയാണ്, കൊറോണയിലൂടെ ജോലി മിസ്സായ ശേഷം നിനക്കൊരു ജോലി ക്ലിക്കായിട്ടില്ലല്ലേ? ഇല്ല. എന്നൊരു കാര്യം ചെയ്യുക, ഞാൻ വലിയൊരു ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട്, നീ അത് ഓരോ ചെടി നടുന്നതിന് 500 രൂപ തരാം. ശരിക്കും പറയണത്, ഒരു ചെടി നട്ട 500 രൂപ കറക്റ്റ് തള്ളാണോ? കൊള്ളാൻ പറ്റുന്നതാണോ? എന്ത് തള്ളു? 500 തരുമോനെ? ഒരു ചെടി നട്ട 500 രൂപയാണ്. കറക്റ്റാണോ പറയണത്? അതെ. അങ്ങനെയാണെങ്കിൽ നീ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇടയിൽ വരുന്ന ചായ വേണോന്ന് വെച്ചാൽ നീ എന്താ പറയും? വേണ്ട. നാസ വേണ്ട. ഉറങ്ങാൻ വേണ്ട. ഈ ഉറക്കിനെയും ചായയെയും കടിയെയും ഫുഡിനെയും ഒക്കെ ഒഴിവാക്കിയിട്ട് നീ മുഴു സമയം ഓരോ ചെടിക്കും 500 കിട്ടാനുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നീ പണിയെടുക്കൂലേ? യെസ്. എങ്കിൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മരം കിട്ടുമെന്ന നബി തങ്ങളുടെ പ്രഖ്യാപനത്തിൽ നിനക്കെന്താ വിശ്വാസമില്ലാത്തത്? അഇമ്മത്തിന്റെ ചോദ്യം. ഒരാളുടെ സ്റ്റാറ്റസ് നോക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 30 സുബ്ഹാനല്ലാഹ് അല്ല. ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിന് ദീർഘായുസ് കിട്ടിയതുകൊണ്ട് 1 മിനിറ്റിലേക്ക് നീണ്ടിട്ടുണ്ട്. സോ ഒരു 30 സുബ്ഹാനല്ലാഹ് അല്ല, 30 സ്വർഗീയ മരങ്ങൾ വാങ്ങാം. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടത്തിയിട്ട് മരത്തുനിന്ന് മാങ്ങയും ചക്കയും കൊടുത്തേക്കലല്ല. ഈമാനോടെ മരിച്ചിട്ട് സ്വർഗത്തിൽ എത്തുന്നു കൂടിയാ അതിൻ്റെ താല്പര്യം. എന്തിനാ നമ്മൾ സമയം കളയുന്നത്? അതാണ് അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട് കിതാബുകളിൽ. എന്താ ചോദ്യം എന്നറിയോ? അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിന്റെ പണം നഷ്ടപ്പെട്ടാൽ നിനക്കതിൽ ടെൻഷൻ ഉണ്ടാവില്ലേ? യെസ്. നിന്റെ സമയം നഷ്ടപ്പെട്ടതിൽ നിനക്കെന്താ ടെൻഷൻ ഇല്ലാത്തത്? ഈ വാളിൻ്റെ മജ്ലിസിൽ ഒരാളുടെ 500ൻ്റെ കെട്ടായ 5000 രൂപ നഷ്ടപ്പെട്ടു. അയാൾ ഏറ്റവും അവസാനത്തിലായിരിക്കും ഇവിടുന്ന് പോവുക. കുറേ നേരം പരുതും. വാട്സപ്പിലൊക്കെ ഇട്ട് ഒരാളുടെ മോശമല്ലാത്തൊരു സംഖ്യ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കളഞ്ഞു കിട്ടുന്നവർ ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഉസ്താദ് സമാധാനിപ്പിച്ചു, ഖാന ഫാത്തിമ പോയത് പോയി, ഇനി അള്ളാഹു നടുവിട്ടേക്ക്. ഉസ്താദ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാനെന്ത് പറയാനോ സാർ? ഞാനും എൻ്റെ മനസ്സിൽ തൊട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ മഹല്ല് ഗ്രൂപ്പിൽ അതൊരു ഫോർവേഡ് മെസ്സേജ്, ഒരു ക്യാഷ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. നമ്മൾ വിളിക്കുമല്ലോ? വിളിക്കും. അപ്പം ഇന്നത്തൊരു ഡയലോഗില്ലേ, പോയത് പോയി മനസ്സിൽ തൊട്ട്. അതൊന്നും നടക്കൂല, പൈസ മനസ്സിൽ തൊട്ടാൻ കഴിയൂല. അല്ലേ? 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 അത് അതെ. അപ്പോൾ ആ പൈസ നഷ്ടപ്പെട്ടതിലെ ടെൻഷൻ കൊണ്ടല്ലേ നീ അതെന്നെ പരിധി നടക്കണത്? അതെ. എങ്കിൽ സമയത്രായി എന്ന് നോക്കാൻ വേണ്ടി നീ എടുത്ത ഫോൺ 2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഫോൺ വെച്ചത്? അല്ലേ? ആ 2 മണിക്കൂർ ഓർത്തിട്ട് നിനക്ക് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സമയമുണ്ടെങ്കിൽ നിനക്ക് പണം ഉണ്ടാക്കാം, ആഖിറ ഉണ്ടാക്കാം. അല്ലേ? അതെ. പണം കടം വാങ്ങാം, കടം കൊടുക്കാം. സമയം കടം കൊടുക്കാനോ കടം വാങ്ങാനോ പറ്റൂല. നഷ്ടപ്പെട്ടത് തന്നെ. ഇനി ഒരിക്കലും ഇന്നേത്തെ രാവിലെ തിരിച്ചു വരൂലല്ലോ, ഉച്ച തിരിച്ചു വരൂലല്ലോ. തിരിച്ചു വരുമോ? ഇല്ല. അപ്പൊ ഈ സമയത്തെ മുഴുവനും ആഖിറത്തിൽ ഉപകരിക്കും വിധത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആഖിറത്തിൽ ഒരു മനുഷ്യനും എന്ത് പറയാൻ കഴിയില്ല, അള്ളാഹുവേ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടായിരുന്നു ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്നത് എന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റൂല. സ്വലാത്ത ചെല്ലേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, ഏതാണ് സ്വർഗ വഴിയെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യനും പറയാൻ പറ്റൂല. എന്തെല്ലാം വഴികൾ! 10 ഖുൽഹുവല്ലാഹു സൂറത്ത് ഡെയിലി ഓതിയാൽ സ്വർഗത്തിൽ വീടുണ്ട് എന്ന് ഹദീസിലുണ്ട്. 10 ഖുൽഹുവല്ലാഹു സ്വർഗത്തിൽ വീട് കിട്ടാൻ ഓതാൻ ആകെ വേണ്ടത് 10 ഖുൽഹുവല്ലാഹു ഓതാൻ 2 മിനിറ്റ് വേണ്ടി വരും.
86,400 സെക്കൻഡിൻ്റെ മലയാളമാണ് 24 മണിക്കൂർ എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ 2 മിനിറ്റ്. 8 കൊല്ലം കൊണ്ട് ദുനിയാവിലെ വീടെടുത്ത മനുഷ്യന് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് വീട്ടിലെത്താൻ പറ്റിയിട്ടില്ല. ശ്വാസതടസ്സം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു. അതാണ് ഈ ദുനിയാവിലെ വീട് എന്ന് പറഞ്ഞാൽ. സ്വർഗത്തിലെ വീട് എന്ന് പറയുന്ന ആ വീട് കിട്ടാൻ 10 കൊല്ലമാവും. 2 മിനിറ്റ്. ഇനി ഈ പ്രഭാഷണവും കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സംസാരം എന്തായിരിക്കും? നല്ല വാഴല്ലേ മൂപ്പര, ഞാൻ ആദ്യമായിട്ട് മൂപ്പര നേരിട്ട് കാണുന്നു. യൂട്യൂബിലൊക്കെ പലതവണ കണ്ടിട്ടുണ്ട്. മൂപ്പര ഒന്നും കൂടി കൊണ്ടുവന്നാലോ, പറയേണ്ടത് അങ്ങനെ കറക്റ്റ് പറയുന്നുണ്ടല്ലേ. ഈ ഫീഡ്ബാക്ക് ഉണ്ട് എന്നല്ലാതെ 10 കൊല്ലമാവും നാളെ മുതൽ ഓതും. ഞാൻ തന്നെ നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്കാം. മറ്റന്നാൾ കാസർഗോഡ് ടൗണിൽ പിന്നെ നമ്മളെ നാട്ടിൽ അതിന് 10 കൊല്ലം ഓതാൻ പറഞ്ഞിട്ട് ഓതുന്നുണ്ടോ? സാർ പറയുമ്പോൾ ഓതണം തന്നെ ഉണ്ടേനെ. എനിക്ക് ഓതിയിട്ടൊന്നുമില്ല. ഇത് മതിയോ? ഇങ്ങനെ മതിയോ? നമുക്ക് പോരാ. എന്തിനാണ് നമ്മൾ വഅലിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത്? ഞാൻ എന്തിനാണ് വഅൽ പറയണത്? നിങ്ങൾ എന്തിനാണത് കേൾക്കുന്നത്? അത് ആമുഖത്തിലേ സൂചിപ്പിച്ചല്ലോ. നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പൊ സമയം കൊണ്ട് സ്വർഗം കിട്ടുന്നവരുണ്ട്, അതേ സമയം കൊണ്ട് നരകം വാങ്ങി കാലം തീർക്കുന്ന മനുഷ്യരും ഉണ്ട്. അതേ സമയം കൊണ്ട് തന്നെ നരകം വാങ്ങുന്ന മനുഷ്യന്മാരില്ലേ? എല്ലാ രാത്രിയും ഹറാമിന്റെ ലോകത്ത് കൈവെള്ളയിൽ മൾട്ടിമീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എല്ലാ രാത്രിയും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന മോനെ, ഒരു ഹറാം സ്ഥിരം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ഹറാമാണെന്നറിഞ്ഞത് സ്ഥിരം ചെയ്താൽ അവൻ ഫാസിഖായി പോകും എന്ന് കിതാബുകൾ എഴുതി വെച്ചില്ലേ? ഫാസിഖായ മോൻ, ഫാസിഖായ ഉപ്പ ഇങ്ങനെ താമസിക്കുന്ന ഒരു വീട്ടിൽ എങ്ങനെയാ ബറക്കത്തുണ്ടാവുക? ഫാസിഖീങ്ങളായാൽ അവർ വളർത്തുന്ന കുട്ടികൾ എങ്ങനെയാ നന്നാവുക? ഫാസിഖീങ്ങളായാൽ ആയിരക്കണക്കിന് ഫാസിഖീങ്ങൾ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു നിക്കാഹ് നടന്നാൽ ഈ ആയിരക്കണക്കിന് ആൾക്കാർ സാക്ഷി നിന്നാൽ ആ നിക്കാഹ് സ്വഹിയാവോ? ഇല്ല. ഫാസിഖാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തെറ്റാന്ന് ഉപ്പർക്ക് അറിയാം, എന്നിട്ട് സ്ഥിരം ചെയ്യാം. എല്ലാ ദിവസവും രാത്രി ഹറാമുകളിൽ ഫോണിൽ ജീവിക്കുന്ന മനുഷ്യർ തെറ്റ് ചെയ്യുമ്പോൾ വൽ ഇസ്റാറു അലൈഹ, തെറ്റ് സ്ഥിരം ചെയ്യുന്നത് ഫിസ്ഖല്ലേ, ഫാസിഖാവുന്ന പരിപാടിയല്ലേ? അല്ലേ? അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ സമയം കളയൂല എന്ന് തീരുമാനിക്കണം. അത് വേറെ ആരുമല്ല തീരുമാനിക്കേണ്ടത്, നമ്മൾ എന്നാ തീരുമാനിക്കേണ്ടത്. സമയം കളയൂല എന്ന് തീരുമാനിക്കുക. അതിനൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും കൂടി ഒരു ബോട്ടിലോ കപ്പലിലോ യാത്ര ചെയ്തു. ഈ നാട്ടിലുള്ള എല്ലാവരും കൂടി പെട്ടെന്ന് കര എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് കപ്പൽ തകർന്നുപോയി. തകർന്നുപോയ കപ്പലിലെ ഓരോ മരക്കഷ്ണവും മറ്റോ കള്ളിപ്പിടിച്ച് ഒരുവിധം ഏകദേശം ആളും കരയിലേക്ക് എത്തി എന്നാണ് വിചാരിച്ചത്. എണ്ണി നോക്കുമ്പോൾ പേടി, ആരെങ്കിലും മിസ്സായോ. ടോട്ടൽ 80 ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവസാനത്തെ ആളും വന്നപ്പോൾ അൽഹംദുലില്ലാ 80 ആളും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടു. അപ്പോഴാണ് ആ നാട്ടിലുള്ള കുറച്ച് മനുഷ്യന്മാർ വന്നിട്ട്, എന്താ കാര്യം ഇവിടെ? കപ്പൽ തകർന്നു പോയി, പെട്ടുപോയതാണ്, ഇവിടെ അല്ല ശരിക്കും നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ നാട് നമ്മുടേതാണ്, ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന്. അല്ല, നമ്മുടെ കപ്പൽ തന്നെ തകർന്നു പോയല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് രാജാവിനോട് പറയാം എന്ന് പറഞ്ഞിട്ട് നാട്ടുരാജാവിൻ്റെ അടുത്തേക്ക് നമ്മളെ 80 ആളെയും കൊണ്ടുപോയി. അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്. നാളെ രാവിലെ 6 മണി വരെ ഇവിടെ താമസിക്കാൻ പെർമിഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിർദ്ദിഷ്ട സ്ഥലത്തേക്ക്, ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനുള്ള വാഹനം സെറ്റാണ്, നിങ്ങൾക്ക് പോകാം. 6 മണിക്ക് ഇവിടെ നിന്ന് പോയിരിക്കണം. അതിന് മുമ്പും പോകാം, 6 മണീൻ്റെ ശേഷം ഇവിടെ ഉണ്ടാവരുതെന്നാണ് നിർബന്ധം. പിന്നെ മറ്റൊരു കാര്യം, അതെന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ മണ്ണില്ല, മണലില്ല, ചരൽ കല്ലുകളില്ല, സാധാ കല്ലും ഇല്ല, ചെളികളില്ല. ഈ നാട് നിങ്ങൾക്ക് ഈ രാത്രി ആയതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഈ നാട്ടിൽ ഏറെക്കുറെ ഉള്ളത് സ്വർണം, വെള്ളി, മുത്ത്, പവിഴം, മരതകം ഇത്യാദിയുള്ള വെരി പ്രീഷ്യസായ അമൂല്യമായ വസ്തുക്കളാണ്. ഇത് തുടരുതെന്നോ എടുക്കരുതെന്നോ ആണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എൻ്റെ സംസാരത്തിൻ്റെ സ്റ്റൈല് നോക്കുമ്പോൾ അല്ല, നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. സ്വർണ്ണം എടുക്കാം, വെള്ളി എടുക്കാം, മുത്ത്, പരുതം, എന്തും എടുക്കാം. ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ എടുത്തു എന്നതുകൊണ്ട് ഈ ഉപദ്വീപിൽ ഒന്നും തീർന്നു പോകാനൊന്നുമില്ല, നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ കണ്ടീഷൻ മറക്കരുത്, 6 മണി. 6 മണി, വേറെ വർത്താനമില്ല. 6 മണിക്ക് ഇവിടെ നിന്ന് പോയിരിക്കണം. വേറൊരു കണ്ടീഷനും ഇല്ല. നിങ്ങൾക്ക് ഉറങ്ങാം, എടുക്കാം, എന്തു ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ 80 പേര് 3 വിഭാഗം ഉണ്ടാവും. വക്കുന്തു അസ്വാജൻ സലാസ. നമ്മളെ കൂട്ടത്തിൽ 3 വിഭാഗം ഉണ്ടാവും. ഒന്നാമത്തെ വിഭാഗം
വസാബിഖൂൻ വസാബിഖൂൻ. ഉറങ്ങൂല. 80 ഉപ്മാവ് അനുവദിച്ചിട്ടുണ്ട്, പിന്നെ ചായയും ബിസ്ക്കറ്റും, അത്രയൊക്കെ തന്നെ അവർക്ക് തരാൻ പറ്റുള്ളൂ. നമ്മളവരുടെ അതിഥികളൊന്നുമല്ലല്ലോ, ഒരു അഭയാർത്ഥി ടീമല്ലേ. അതുകൊണ്ട് ജീവൻ നിലനിർത്താനുള്ള ഫുഡ്. അപ്പോഴും ഒന്നാമത്തെ വിഭാഗം ഉറങ്ങാത്ത ആ ടീം ചായ വേണ്ട വേണ്ട വേണ്ട, കടി വേണ്ട വേണ്ട വേണ്ട, ഒന്നും വേണ്ട. അവരിങ്ങനെ മുത്ത് പുറക്കിയെടുക്കുന്നു, സ്വർണം പറിച്ചെടുക്കുന്നു, വെള്ളി എടുക്കുന്നു, മരതകം ഇങ്ങനെ ചാക്ക് ചാക്കായി നിറച്ച് ഒരു 5-6 തേക്ക് നിങ്ങൾക്ക് കണ്ണെല്ലാം ചൊറിച്ചാലെടുത്തിട്ട് ഓൾറെഡി യാത്രയിലെ ക്ഷീണം, പിന്നെ ഇന്ന് രാത്രി ഉറങ്ങാത്ത 6 മണിക്ക് പോകണം. സമയം നോക്കുമ്പോൾ 5:35 നോക്കുമ്പോൾ കണ്ട അലാറം വന്ന 6 മണിയായിട്ടുണ്ട്. 6 മണി. അപ്പോഴാണ് ഇവരുടെ കപ്പലിൽ ആ ലഗേജ് വെക്കേണ്ട സ്ഥലത്ത് സ്വർണം, വെള്ളി, മുത്ത്, മരതകം, പവിഴം നിറച്ച് വെച്ചിട്ടുണ്ട്. സന്തോഷം. രണ്ടാമതൊരു ടീമുണ്ടാവും. അവർ ഈ ഭയങ്കര സയൻറ്റിഫിക് റൂട്ടിൽ ജീവിക്കുന്നവരാണ്. ശരീരത്തിനോടും കുറച്ച് കടപ്പാടുണ്ട്. കുറച്ചൊക്കെ തിന്നണം, കുറച്ച് ഉറങ്ങണം, നന്ന കഷ്ടപ്പെട്ട് പറക്കിയെടുക്കാനൊന്നും ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ ജീവിക്കുന്നവരുണ്ടാവും. അങ്ങനെ അവരെന്താണെന്ന് വെച്ചാൽ 2 കഷ്ണം സ്വർണ്ണം എടുത്ത്, ഒരു മുത്തും എടുത്ത്, പിന്നെ ഒരു ചെറിയ ഗീസിലെ ടോട്ടൽ ഓരോന്നും ഓരോ ഐറ്റം എടുത്തിട്ട് 6 ഇട്ടിട്ട് കുറച്ച് ഉറങ്ങി. 6 മണിയായിട്ടോ. മൂന്നാമത്തെ ഒരു ടീം ഉണ്ടാവും. അടിച്ചുപൊളിയാണ് ജീവിതം. ലൈഫ് ഫോർ എൻജോയ്. ഡിഗ്രി ഫൈനൽ ഇയറാണ്. ജീവിതം ഒരു ബീച്ചിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഉപദ്വീപിലെത്തിയിട്ട് എന്ത് സ്വർണം, എന്ത് വെള്ളി, അങ്ങനെ കുറേ സെൽഫി എടുത്ത് മറ്റേ ഇരുട്ടിൽ അങ്ങനെ എല്ലാം എടുത്ത് ഭയങ്കര സംഭവമാക്കി അങ്ങനെ ജീവിക്കും. കുറച്ച് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഉറക്കമില്ല. നോക്കുമ്പോൾ 6 മണി. ഈ 3 ടീമും കപ്പലിൽ കയറുകയാണ്. ഒന്നാമത്തെ ടീമിന് സന്തോഷത്തിൻ്റെ കണ്ണുനീർ. ഓരോന്നും എത്ര ലോഡാ കയറ്റിയിട്ടുള്ളത്. രണ്ടാമത്തെ ടീമിന് ഉണ്ട്, കീശ നോക്കുമ്പോൾ ഉണ്ട് സംഭവം, പക്ഷേ കുറച്ചും കൂടി. മൂന്നാമത്തെ ടീമിന് മരണ ടെൻഷൻ. എനിക്ക് എന്തായി പറയും. ഇതുപോലെയാണ് ദുനിയാവിലെ മനുഷ്യന്മാരിൽ 3 ടീം. ഒന്നാമത്തെ ടീം സൂഫിയാക്കളാണ്, ഔലിയാക്കളാണ്. അവർക്ക് ഉറക്കില്ല, തീറ്റിയില്ല, കുടിയില്ല. അവർ ഇബാദത്ത് എന്ന് പറഞ്ഞ ഇബാദത്ത്, ഫർനിസ്കാരം, സ്വർണം, സുന്നത്ത് വെള്ളി, ഉപ്പാനിമാര് പൊരുത്തമംഗൽ, മരതകം, അങ്ങനെ സുന്നത്തസ്കാരം, സുന്നത്തോമ്പ്, സുന്നത്തായ ഉംറ, സുന്നത്തായ സിയാറത്ത്, സ്വലാത്ത്, ദിക്ർ, ഇതൊക്കെ ഇങ്ങനെയാണ്. ലാസ്റ്റ് 6 മണിയാകുമ്പോൾ അഥവാ ഇസ്രായേൽ വന്നിട്ട് വിളിക്കുമ്പോൾ മുഖം ഭയങ്കര പ്രകാശമായിരിക്കും. ബിക്കോസ് ലിസഇഹാ റാളിയ, അവർ പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്തുണ്ട്. അൽഹംദുലില്ലാഹ് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ചെക്കന്മാർ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ടീം. രണ്ടാമത്തെ ടീം ഫർള് മാത്രം നിസ്കരിച്ചിട്ട് സിദ്ധാന്തങ്ങളിലൂടെ ജീവിക്കുന്നവർ ഉണ്ട്. അങ്ങനെ ഉറക്കോയിനി ഭാഗത്ത് ഞാൻ നല്ല പറഞ്ഞിട്ടില്ലല്ലോ, കുറച്ചൊക്കെ കൊടുപ്പ് അടിച്ചോളി. അങ്ങനത്തെ ടീം. അവർക്കൊരു ടെൻഷൻ പോലെ കുറച്ചും കൂടി ഭാഗത്ത് ചെയ്യാനുണ്ടായിട്ടല്ലേ. മൂന്നാമത്തെ ടീം അടിച്ചുപൊളി ടീം. റമദാൻ തീർന്നല്ലേ, ഞാനൊരു കത്ത് തീർക്കണമെന്നല്ല വിചാരിച്ചില്ലേ, പക്ഷെ അങ്ങനെ അങ്ങോട്ട് തീർന്നു. ലാസ്റ്റത്തെ 10 എന്ത് പോക്ക പോയതല്ലേ, 6 മണി ആകാനായി. ഇനിയും നമുക്ക് ഈ ഉദാഹരണത്തെ, ഇത് ഞാൻ ഉണ്ടാക്കിയ ഉദാഹരണമോ എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന ഉദാഹരണമൊന്നും അല്ല. ഇത് ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതി വെച്ച ഉദാഹരണം നമ്മളെ നാട്ടുഭാഷയാക്കി ഉദാഹരിച്ചു മാത്രം. മഹാന്മാർ പറഞ്ഞത് മാത്രം. നമുക്ക് നമ്മളെ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വെറുതെ സമയം കണ്ട് കാലം തീർക്കരുത്. ആ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കുക മനുഷ്യന്മാരെ. എന്നിട്ടിങ്ങനെ 33 സുബ്ഹാനല്ലാഹ് ഉറങ്ങാൻ നേരത്ത് അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, ഒന്നിന് 10 കൂലി. ഇത് ടോട്ടൽ 100 × 10 1000 കൂലി. നന്മൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ 1000 വരുമാനമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ആഖിറത്തിൽ പരാജയപ്പെടുക? എങ്ങനെ പരാജയപ്പെടുക? സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടല്ലോ, എല്ലാ ദിവസവും 1000 കൂലി വാങ്ങിക്കൂടെ? എല്ലാ ദിവസവും 1000. അതെങ്ങനെ നബി? 100 തസ്ബീഹ് മതിയല്ലേ? നിസ്കാര ശേഷം ആരെങ്കിലുമൊക്കെ എണീച്ച് പോകുന്ന പോലെ എണീച്ച് പോകാതെ ആടി ഇരുന്നിട്ട് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, 100 പൂർത്തിയാക്കാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് തുടങ്ങുന്ന ദിക്റൊക്കെ ചൊല്ലുക. അങ്ങനെ 5 വക്ത് നിസ്കാര ശേഷവും ചൊല്ലിയാൽ 5000 ആയി. ഉറങ്ങാൻ നേരത്തുള്ളത് 100 × 10,000 പ്ലസ് 5000 6000 ആയി. എല്ലാ ദിവസവും 6000 വരുമാനം നന്മൻ്റെ പുസ്തകത്തിലുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആഖിറത്തിൽ? അഥവാ എത്ര തെറ്റ് ചെയ്തു പോയാൽ തന്നെ ഡെയിലി 6000 വരുമാനമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് തോറ്റുപോകുക? അത് കാണൂലേ ആഖിറത്തിൽ നമുക്ക്? അവിടെ സമയം കളയരുത്. ഈ പ്രായമുള്ള മനുഷ്യന്മാരൊക്കെ എത്രയാ ഖുർആൻ ഓതുന്നത്, എത്രയാ ഓതുന്നത്? അപ്പൊ രണ്ടാമത്തത് സമയം. 3, സ്വർഗം വാങ്ങാനും നരകം വാങ്ങാനും പറ്റിയ അനുഗ്രഹങ്ങളിൽ മൂന്നാമത്തത് മക്കളാണ്. മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങാനും പറ്റും, നരകം വാങ്ങാനും പറ്റും. അഹഫിള അം ലയ്യ, ചോദ്യം വരും. അഹഫിള അം ലയ്യ, മക്കളെ വിഷയത്തിൽ നീ സൂക്ഷ്മതയോടുകൂടി കുട്ടികളെ വളർത്തിയിട്ടുണ്ടോ, അല്ല ലിബറലായോ? ചോദ്യം വരും. കുട്ടികളോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ
തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ അനുവദിച്ചു കൊടുക്കലും ചെയ്ത തെറ്റ് കണ്ടില്ലെന്ന് നടിക്കലും കുട്ടികളല്ലേ എന്ന് വിചാരിക്കലും അല്ല. പിന്നെ കുട്ടികളോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. താൽക്കാലികമായ സുഖത്തിന് വിട്ടിട്ട് കുട്ടികളല്ലേ കുറച്ചൊക്കെ ഉറങ്ങിക്കോട്ടെ, നിസ്കാരം വെയ്യും നിസ്കരിക്കാല എന്ന് വിചാരിക്കല്ല മോനെ വേണ്ടത്. ദുനിയാവിൽ എൻ്റെ മോനിക്ക് പൊള്ളലേൽക്കരുത്, തീയേൽക്കരുത് എന്ന് വിചാരിക്കുന്നില്ലേ നീ? ഉണ്ടല്ലോ. എന്നാൽ ഈ ദുനിയാവിലുള്ള തീയേക്കാൾ എത്രയോ ഇരട്ടിയുള്ള നരകതീ എൻ്റെ മോനിക്കും മോൾക്കുണ്ടാവരുത് എന്ന നിർബന്ധം നിനക്കുണ്ടാവണം. അപ്പോൾ കുട്ടികളെ നിസ്കാരത്തിന് വിളിക്കണം. ശരിക്കും 7 വയസ്സ് മുതൽ കുട്ടിയെ നിസ്കരിക്കാൻ കൽപ്പിക്കണ്ടേ? വേണം. ഓരോ വക്തിനും കൽപ്പിച്ചാലേ ആ കുട്ടി നിസ്കരിക്കുള്ളെങ്കിൽ ഓരോ വക്തിനും കൽപ്പിക്കണം. ഈ കൽപ്പിക്കണം എന്നുള്ള അമ്ര, ഈ കൽപ്പന ആരോടാ? ഉപ്പാനോടും ഉമ്മാനോടും. ഈ ഉപ്പിയും ഈ മക്കൾ ഈ രീതിയിൽ കൽപ്പിച്ചിട്ടില്ലെങ്കിലോ അവർ നിർബന്ധം ഒഴിവാക്കി. തർക്കുൽ വാജിബി, നിർബന്ധം ഒഴിവാക്കിയാൽ മഅസിയത്തുൻ, അത് ഹറാമാണ്. അപ്പൊ സ്ഥിരം ഹറാമയും ഈ ഉപ്പിയും ഫാസിക്കീങ്ങളായി തീരും. നമ്മുടെ നാട്ടിലുള്ള ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കഥകൾ ആലോചിച്ച് നോക്കിയേ. എത്ര ഉപ്പിയും 7 വയസ്സ് മുതൽ കറക്റ്റ് കുട്ടികളെ നിസ്കരിപ്പിക്കുന്നവർ ഈ കാലത്തുണ്ട്. നമ്മൾ ആലോചിച്ചു. മദ്രസയിൽ പോകാത്ത ദിവസമാണെങ്കിൽ ചെറിയ പിള്ളേരുണ്ടാവില്ല, 8, 9, 8ാം ക്ലാസ് അല്ല, 8 വയസ്സ് 9 വയസ്സൊക്കെ ഉള്ള ആ കുട്ടികൾ വെള്ളിയാഴ്ച അല്ലേ മദ്രസയില്ലാത്തല്ലേ കുറച്ച് തുടങ്ങിക്കോട്ടെ സ്കൂളിൽ വരും. ആരാ പറയണത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതാണോ കുട്ടികളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ? മല്ലം യർഹം സഗീറന, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടിയെ ഹറാമ ചെയ്തോട്ടെ അല്ലെങ്കിൽ നിസ്കരിക്കാതെ ഉറങ്ങിക്കോട്ടെ എന്ന് ചിന്തിക്കലാണോ? അല്ല, കുട്ടിയെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കലാണ് കുട്ടിയോട് കരുണ എന്ന് ഇമാം മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ച് അവിടുത്തെ ശർഹ് മുഖ്തസരി ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. നമ്മളെ മക്കളെ വളർത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 4-5 കാര്യങ്ങളെ എണ്ണി പറയാം. 1, കുട്ടികളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം. അപ്പൊ എൻ്റെ മോന് എൻ്റെ മോള് പോകുന്ന ക്യാമ്പസ് ഏതാണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അവിടെ ഇന്ന ക്വാളിറ്റി ഉണ്ട്, ഇന്നതുണ്ട് എന്ന് പറയുന്നതിലപ്പുറത്ത് എൻ്റെ മോൻ അവിടെ പോയാൽ അവൻ്റെ ആഖിറം നഷ്ടപ്പെടുവോ, എൻ്റെ മോൾ അവിടെ എത്തിയാൽ അവൾക്ക് നിസ്കരിക്കാൻ തന്നെ സൗകര്യമില്ലാത്ത ക്യാമ്പസ് ആണോ? അതാ ചിന്തിക്കേണ്ടത്. വേറെ ഭൗതികമായ വേറൊന്നുമല്ല ഉഖ്റവിയായ ആലോചനയുള്ള ഉപ്പയുമ്മയും ചിന്തിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം മോശം കൂട്ടുകാരിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തണം. ഇതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. ഒന്നതാ. കാരണം ഒരാളുടെ കൂട്ടുകാരനെ പോലെ ആയിരിക്കും അയാളും ഉണ്ടാവുക. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖലീനിഹി. ഒരാളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അയാളെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചാൽ മതി. എന്നാൽ ആ കാര്യം നമുക്ക് പിടുത്തം കിട്ടും. ഖലീലുൽ മർഇ ദലീലു അഖ്ലിഹി. എന്തൊരു പ്രഖ്യാപനം നോക്കിയേ, എന്തൊരു വാക്കാ നോക്കിയേ. ഖലീലുൽ മർഇ ദലീലു അഖ്ലിഹി. ഒരാളുടെ കൂട്ടുകാരനെ നോക്കിയാൽ മനസ്സിലാവും ഈ ചങ്ങായിക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലയോ. ഭയങ്കര വർത്താനല്ലേ അത്. ഖലീലുൽ മർഇ ദലീലു അഖ്ലിഹി. ഒരാളുടെ കൂട്ടുകാരനെ നോക്കിയാൽ മനസ്സിലാവും ഈ ചങ്ങായിക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ. ബുദ്ധിയുള്ള ആള് ആഖിറത്തിൽ വിജയിക്കാൻ അനിവാര്യമായി കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ബുദ്ധിയില്ലാത്ത ആള് താൽക്കാലികമായ സുഖത്തിന് കൂടെ നിൽക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പഠിപ്പിച്ചിരുന്ന ആളെ കൂട്ടുകാരാക്കി മാറ്റും. അത്തരത്തിലുള്ള മനുഷ്യന്മാരെ ആഖിറത്തിലെത്തിയാൽ വിരല് കടിച്ചിട്ട് ടെൻഷനായിട്ട് പറയും അത്രേ, യാ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീല. ഈ ചങ്ങായിയെ സുഹൃത്താക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയത്. എന്തിൻ്റെ എല്ലാം പേരിൽ ബെസ്റ്റിയും ലവറും അങ്ങനെ പല കഥകളും പറഞ്ഞിട്ട് ഇവൻ ഈ ലവർ എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്തെല്ലാം തെറ്റാ എന്നെ പഠിപ്പിച്ചത്. യാ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീല. ഇയാളെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം നശിച്ചു പോയത്. ഓ പൊന്നുമോളെ, ചിന്തിക്കണം. ഒരു കണ്ണടിയുടെയോ മിസ്സടിയുടെയോ ജീവിതം ഹോമിക്കപ്പെടാനുള്ളതല്ല ക്യാമ്പസ് കാലം എന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിന്നെ രസിപ്പിക്കുമ്പോൾ നിന്റെ അഴക്, നിന്റെ ഭംഗി, നിന്റെ എല്ലാം എനിക്കിഷ്ടമാണെന്നുള്ള ലവ് അഫെയറിന്റെ വർത്തമാനങ്ങൾ പറയുമ്പോൾ പെട്ടുപോയാൽ വിരല് കടിച്ചിട്ട് ആഖിറത്തിൽ ടെൻഷൻ പറയും, യാ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീല. ഇവനെ കൂട്ടുകാരനാക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം തകർന്ന് തെരിപ്പണമായത്. എനിക്ക് അങ്ങനത്തെ ആപ്പ് തന്നെ അറിയില്ല, എനിക്ക് അങ്ങനത്തെ തെറ്റുകുറ്റങ്ങൾ പരിചയമില്ല, എനിക്കെല്ലാം പഠിപ്പിച്ചത് ഇവനല്ലേ ഇവളല്ലേ എന്ന് അന്ന് ടെൻഷൻ ആവേണ്ടി വരും. എന്താണ് ഖുർആന്റെ പ്രഖ്യാപനം?
കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലല്ലേ ഖുർആൻ നമുക്ക് കറക്റ്റ് ഫ്രെയിം ചെയ്തു തരുന്നത്? അല്ലാഹില്ലാഹു യൗമൈദിൻ, ഖിയാമത്ത് നാളിൽ മിക്ക കൂട്ടുകാരും ശത്രുക്കളായിരിക്കും, പരസ്പരം ശത്രുക്കൾ. നീയല്ലേ എന്നെ ഇതാക്കിയത്? അതിന് ഞാൻ പറഞ്ഞു, നീ എന്തിനാ, നിന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. നീ നിർബന്ധിച്ചില്ലെങ്കിൽ നീയല്ലേ എനിക്ക് ആദ്യം ഇതൊന്ന് ടേസ്റ്റ് നോക്കി നോക്ക് എന്ന് പറഞ്ഞിട്ട് MDM ഉപയോഗിക്കാൻ തന്നത്? അതിനെ നിന്നെ നിർബന്ധിച്ച് നീ എന്തിന്? അവരവിടെ നിന്ന് ഇങ്ങനെ ശണ്ട കൂടും, അടിപിടി കൂടും. അല്ലാഹില്ലാഹു യൗമൈദിൻ, ഖുർആന്റെ പ്രഖ്യാപനമാണ് ഈ പറയുന്നത്. അന്ന് ശത്രുക്കൾ, ഇവിടുത്തെ ശത്രുക്കളായ മനുഷ്യന്മാർ അന്ന് അവിടെ ശത്രുക്കളായി, അവർ മാർട്ടൽ എനിമീസായി മാറും. പരസ്പരം അധിക്ഷേപങ്ങൾ ഉണ്ടാകും. മുത്തഖീങ്ങൾ ഒഴികെ, മുത്തഖീങ്ങളോ പരസ്പരം ദീനിന്റെ കൂട്ടുകാരായ ഖൈറിന്റെ മാർഗത്തിലുള്ള കൂട്ടുകാർ അവിടെ പരസ്പരം കഥകൾ പറഞ്ഞ് ജീവിക്കും. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാക്കിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ റൈകി മുത്തഖിയൂൻ. അവർ ചാരുകസയിലയിൽ ഇരുന്നിട്ട് കഥകൾ പറയും. പണ്ട് നമ്മൾ സ്വലാത്ത് മജ്‌ലിസിനൊക്കെ പോയ ഓർമ്മയില്ലല്ലേ? ഒരുപാട് കൂട്ടുകാരെ ദീനിന്റെ കൂട്ടുകാരാക്കാൻ പരിശ്രമിച്ചത് ഓർമ്മയില്ലല്ലേ? ലേ 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 ഇങ്ങനെ കഥകൾ പറയും. നമ്മുടെ കൂട്ടുകാർ നല്ലവരായിരിക്കണം. സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളതാ. ഞാൻ ഒരാളെ സുഹൃത്തായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നിക്കിൽ ഞാൻ പഠിച്ച ഇൽമ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഇൽമിനെ സ്നേഹിക്കുന്ന ആളാവണം. അല്ലെങ്കിൽ അയാൾ പഠിച്ച ഇൽമ എനിക്ക് പറഞ്ഞിരുന്ന ആളാവുന്ന ഇൽമിൻ്റെ അഹ്ലുകാരനാവണം. ഇതല്ലാത്ത ഒരാളെ നീ കൂട്ടുകാരനാക്കല്ലേ മോനെ എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. അപ്പം നമ്മളെ മക്കൾ നന്നാവുള്ള ഒന്നാമത്തെ കാര്യം കൂട്ടുകാർ നന്നാവുക. സെക്കൻഡ് വൺ, രണ്ടാമത്തത് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ഹലാലായിരിക്കണം. പൂർണ്ണമായി ഹലാലാവണം. കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലല്ലെങ്കിൽ കണ്ടെടുത്തു നിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങാനൊന്നും പാടില്ല. നമുക്കതിലൊരു സൂക്ഷ്മത വേണം. കല്യാണം കഴിക്കുന്ന സമയത്ത് കൊടുക്കുന്ന മെഹറും പിന്നീട് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ചെലവിൻ്റെ പൈസയും പ്യുവർ ഹലാലാണെങ്കിൽ ആ ദമ്പതികൾക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളാകുമെന്ന് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം നജ്മുദ്ദീൻ അൽ ഗസ്സി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാർ മെഹറിൻ്റെ പൈസ എവിടെ നിന്നാണ് കലക്ഷൻ നടത്തുന്നത്, എവിടെ നിന്നാണ് ഞാനിത് വാങ്ങുന്നത് എന്നുള്ളത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കണം. നമ്മൾ സാമ്പത്തികമായി എപ്പോഴും പരിശുദ്ധരായിരിക്കണം. പലിശ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ഈമാനില്ലാതെ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ഒരു ടീമാണ് പലിശക്കാർ. അള്ളാഹ് ഒരു തെറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകാർ ഈമാനില്ലാതെ മരിക്കുമെന്നാണ് അതിൻ്റെ താല്പര്യമെന്ന് അഇമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ, ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫതാവുൽ ഹദീസിയയിൽ, ദഖീറത്തുൽ ഖൈറിൽ, അങ്ങനെ കുറേ ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട്. പലിശ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് പലിശയുമായി നമുക്കൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. പലിശയിലൂടെയുള്ള ഒരു ദിർഹം 30 വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമാണ് എന്ന് നമ്മളോട് പഠിപ്പിച്ചു തന്നത് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാനാണ്. നേരത്തെ അതിനോടൊക്കെ സ്വീകരിച്ച നിലപാടിൻ്റെ ഗൗരവവും കാർക്കശ്യമൊന്നും ഇപ്പോൾ പലരിലും കാണുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പലിശയുടെ പണം ഹലാലാക്കാനും എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വകുപ്പിൽ ഉപയോഗിക്കാനും മസാലകൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് കൂട്ടുകാരെ, നമ്മളും സാമ്പത്തികമായി ശുദ്ധിയുള്ളവരാവണം. നമ്മളെ മക്കളെയും പരിശുദ്ധരാക്കി മാറ്റണം. വിശേഷിച്ച് അവർ കഴിക്കുന്ന ഫുഡ്, നമ്മളെ ഭാര്യയും മക്കളൊക്കെ കഴിക്കുന്ന ഫുഡ് ഹലാലാണ് എന്ന് ഉറപ്പിക്കണം. ഇല്ലാത്ത കാലത്തോളം എവിടെ പോയി മന്ത്രിപ്പിച്ചാലും എന്തു പോയി നേർച്ചയാക്കിയാലും ഫലങ്ങൾ അതിനൊക്കെ കാണുമെങ്കിലും മക്കളുടെ സ്വലാഹിയത്തിന് കുറവുണ്ടാകും, നന്മക്ക് കുറവുണ്ടാകും. ഇമാം ഗസാലി റഹിമഹുല്ലയുടെ പ്രധാനപ്പെട്ട ഉസ്താദാണ് ഹറമൈനി ഇമാം റഹിമഹുല്ല. ആ ഇമാമുൽ ഹറമൈനി റഹിമഹുല്ലയുടെ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, എതിർകക്ഷിയോട് സംസാരിക്കുമ്പോൾ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിന് പെട്ടെന്ന് സംസാരത്തിൽ ഒരു വിക്ക് വന്ന പോലെ, പെട്ടെന്ന് വാക്കിൽ ഇടർച്ച വന്ന ഫീലിംഗ്. സംവാദങ്ങളൊക്കെ കഴിഞ്ഞ് വിജയിച്ച് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, പേടിച്ചു പോയല്ലോ സാറേ, സംവാദത്തിനിടയിൽ എങ്ങനെ അങ്ങനെ സംഭവിച്ചത്? അതെനിക്കറിയില്ല. എൻ്റെ ഒരു ഗസ്സിങ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞിളം കാലത്ത് ഉമ്മയുടെ മുലപ്പാൽ കുടിക്കണ കാലത്ത് എൻ്റെ വാപ്പാക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ഉമ്മനോട്, നീയല്ലാതെ കുട്ടിക്ക് പാൽ കൊടുക്കരുത്. അന്ന് ഈ അടിമ സ്ത്രീകളൊക്കെ, പാവപ്പെട്ട അടിമ സ്ത്രീകളൊക്കെ പണക്കാരുടെ അടുത്തും പ്രധാനപ്പെട്ടവരുടെ അടുത്തൊക്കെ പാലൂട്ടിയിട്ട് കുട്ടികൾക്ക് പാൽ കൊടുത്തിട്ട് പണം കണ്ടെത്തുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് അടിമകൾ ഹിയർ ആൻഡ് ദെയർ അവിടുന്ന് ഇവിടുന്നൊക്കെ സമ്പാദിച്ചിട്ട് അവരുടെ പണത്തിൽ ഹറാമും ശുഭഹത്തും, ഹറാമാണോ അല്ലയോ എന്നുള്ള ആശങ്കയിലൊക്കെ ഉള്ള പണങ്ങൾ ഉണ്ടാവും. അത്ര സൂക്ഷ്മത ഉണ്ടാവില്ല. അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലും ആ പ്രശ്നത്തിലൂടെ ആ പ്രശ്നം വന്നിട്ട് അവരുടെ മുലപ്പാലിലും അതിൻ്റെ ഒരു സുഖക്കുറവുണ്ടാവുമല്ലോ. അതുകൊണ്ട് അവർക്ക് ആർക്കും എൻ്റെ മോനെ പാല് കൊടുക്കാൻ നീ അനുവദിക്കരുത്, നീ തന്നെ കൊടുക്കണം, നീ കഴിക്കുന്ന മുഴുവൻ ഫുഡും ഹലാലാണെന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ആയിടക്ക് ഒരു ദിവസം ഞാനിങ്ങനെ കരയുമ്പോൾ ഉമ്മ വീട്ടിൽ അടുത്തില്ല, മുറ്റത്തെവിടെയോ ഉള്ളത്,
വീട്ടിലുള്ള അടിമ സ്ത്രീ വന്നിട്ട് എനിക്ക് പാലൂട്ടുന്നത് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ പള്ളിയിന്നോ മറ്റോ വരുമ്പോൾ കാണുന്നു, എന്നെ പിടിച്ചു മാറ്റുന്നു, കാല് മുകളിലേക്ക് ഉയർത്തിയിട്ട് വായിൽ വിരലിട്ട് ഛർദ്ദിപ്പിച്ച് മുഴുവനും എല്ലാം പോക്കിയിട്ടുണ്ട്. എന്നാലും പാല് ഒരു ദ്രാവകല്ലേ, വെള്ളമല്ലേ, ഒരു ചെറിയ നനവണ്ണാക്കിലോ മറ്റോ അള്ളി പിടിച്ചിട്ടുണ്ടാവില്ലേ? അതിൻ്റെ ഒരു സീക്വൻസ്, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു കബസ്, ഒരു ചെറിയ 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 ഒരു സംഗതി വന്നുപോയത്. ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് തബഖാത്തു ശാഫിഇയ്യത്തിൽ പറയും, റൂഹുൽ ബയാനിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഇവരുടെ ഒക്കെ ഒരു സൂക്ഷ്മത? നിങ്ങൾ നോക്ക്, അത്രയും സൂക്ഷ്മത ഉണ്ടാവണം. പലിശയായിട്ട് ഒരു ബന്ധം നമുക്ക് ഉണ്ടാവരുത്. 27-ാം രാവിലെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്ന് സിയാറത്ത് ചെയ്തിട്ട് യാസീൻ ഓതുമ്പോൾ കുറച്ചപ്പുറത്തെ ഖബറിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ട് അതാരാണ് റബ്ബേ എന്നിങ്ങനെ അന്വേഷിച്ച് വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ തല നരച്ചവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരനായിരുന്നു, പലിശയായിരുന്നു അയാളുടെ പ്രശ്നം എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. 26 രാവിലെ പോലും ശിക്ഷ തന്നെ. പലിശയായിട്ട് ഒരു ബന്ധം നമുക്ക് ഉണ്ടാവരുത്. പലിശ പല മോഡലിലും പല രൂപത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന കാല. ജ്വല്ലറിയിലും ഫർണിച്ചർ ഷോപ്പുകളിലും പല ഓഫറുകൾ തന്ന് ഇങ്ങനെ പണമെടുത്താൽ, ഇങ്ങനെ ക്യാഷ് അടച്ചാൽ, അങ്ങനെ ചെയ്താൽ, ഇത്ര അടച്ചാൽ, ഇതിൻ്റെ മസ്അലകൾ മുഴുവനും ഒരു സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ഫിഖ് അറിയുന്ന ആലിമീങ്ങളോട് ചോദിച്ചിട്ടല്ലാതെ നമ്മൾ കൈകാര്യം ചെയ്യരുത്. അപ്പോൾ രണ്ടാമത്തത്, മക്കൾ സ്വാലിഹീങ്ങളാവാൻ അവർ കഴിക്കുന്ന ഫുഡ് പ്യുവർ ഹലാലാണെന്ന് ഉറപ്പിക്കണം. 3, അവർക്ക് റഫ് തനഉമ് പഠിപ്പിക്കരുത്. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹിയിൽ പറയാൻ, റഫ് തനഉമ് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അവരെ സുഖിയന്മാരാക്കി വളർത്താൻ പാടില്ല. മുന്തിയ ഇനം ഡ്രസ്സ്, മുന്തിയ ഇനം ഫുഡ്, മുന്തിയത് മാത്രം കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചാൽ ആ കുട്ടികൾ നന്നാവില്ല. ആ കുട്ടികൾ എപ്പോഴും ഒരു പൊങ്ങച്ചത്തിൻ്റെ ആൾക്കാരായിരിക്കും. കിതാബിൽ എത്രത്തോളം ഉണ്ടെന്നറിയോ? തൻ്റെ ഉപ്പ ഉടമപ്പെടുത്തിയ സ്വത്തിനെക്കുറിച്ചോ ആസ്തിയെക്കുറിച്ചോ കൂട്ടുകാരോട് പറയരുത് എന്നുള്ളത് തന്നെ ഉപ്പിയും പറഞ്ഞു കൊടുക്കണം എന്നാണ്. നീ എന്താണ് പറഞ്ഞത് കുട്ടികളോടൊക്കെ? അത് യതീമായ ഒരു മോനല്ലേ, മോനോടാ നീ അങ്ങനെ പറയില്ലേ? ഉപ്പ എനിക്ക് ഇങ്ങനെല്ലാം കൊണ്ടുവന്നിന് ഗൾഫിൽ നിന്ന്, ഇതൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ. കിതാബി പറഞ്ഞ പോലെ പിള്ളേരെ തർബിയത്ത് നടത്തിയാലുണ്ടല്ലോ ഇഫക്റ്റീവ് പാരന്റിങ് ആവുന്നുള്ള കാര്യം ഷുവറാണ്. നമ്മളെ മക്കൾ വഴിപിഴക്കൂല എന്നുള്ള കാര്യം ഷുവറാണ്. മുന്തിയ ഇനം ഫുഡും മുന്തിയ ഇനം ഡ്രസ്സും കുട്ടികൾക്ക് കൊടുത്തും ധരിപ്പിച്ചും പഠിപ്പിച്ചാൽ ആ കുട്ടികൾക്ക് താഴ്മയോടെ ജീവിക്കാനോ പാവപ്പെട്ടവരെ പരിഗണിക്കാനോ ഹൃദയം ശുദ്ധിയാക്കാനോ അവസരങ്ങൾ ഉണ്ടാവില്ല. അവനെപ്പോഴും പൊങ്ങച്ചത്തിൻ്റെ ജീവിതമായിരിക്കും, വലിയ ജീവിതമായിരിക്കും. അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെങ്ങാനും വല്ല ഡിഗ്രിയും PG യും BEdും കഴിഞ്ഞാൽ ഏതെങ്കിലും കോളേജിലേക്ക് പോയി ആ കോളേജിൻ്റെ ഗേറ്റ് കീപ്പറായ വയസ്സായ ഒരു മനുഷ്യൻ കാലിന് മുടന്ത് രോഗത്തോടുകൂടി കഷ്ടപ്പെട്ടിട്ട് ഗേറ്റ് തുറക്കാൻ വരുന്ന ആ നടത്തത്തിൻ്റെ സ്ലോ മോഷൻ കൊണ്ട് ഒരു 2 മിനിറ്റ് ഡിലേ ആയാൽ ഈ 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ അവൻ്റെ ഗ്ലാസ് ഇങ്ങനെ അഴിച്ചിട്ട് ചൂടാവും. എന്താ മനുഷ്യ, സമയം നോക്കിയാൽ എൻ്റെ ക്ലാസ് ടൈമല്ലേ ഇത്? ഇയാളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാവും ആ ഉപ്പാപ്പാക്ക്. എന്നാലും ഇയാളെ ചൂടാവുന്നത് ഈ കുട്ടിക്ക് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, BEd കഴിഞ്ഞിട്ടുണ്ട്, PSC പാസ്സായിട്ടുണ്ട്, പക്ഷേ ധാർമ്മികത കിട്ടിയിട്ടില്ല. അക്ഷരങ്ങളേ ഉള്ളൂ, ആശയങ്ങളില്ല. അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. കുട്ടികളെ എപ്പോഴും താഴ്മയുള്ള കുട്ടികളാക്കി വളർത്തും, താഴ്മയുള്ള കുട്ടികളാക്കി വളർത്തും എപ്പോഴും. അങ്ങനെ ഞാൻ എൻ്റെ മോനിക്ക് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ പിള്ളേർ കുറച്ച് കഷ്ടപ്പെടരുത് എന്നൊന്നും കഷ്ടപ്പെടേണ്ടതാണ് എൻ്റെ വിചാരം ഉണ്ടായിരുന്നത്. അവനക്കൊരു വിഷമം പഠിപ്പിച്ചിട്ടില്ല എന്നല്ല ശരി, അത് ശരിക്കേടാണ്. കുട്ടികൾക്ക് കുറച്ചൊക്കെ വിഷമങ്ങൾ പഠിക്കണവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നാലാമത്തെ കാര്യം, സ്വാലിഹീങ്ങളുടെ ചരിത്രം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. എന്തിന്? ലിയൻ അരിസ ഫീഹി ഹുബ്ബ സ്വാലിഹീൻ, അവൻ്റെ കൽബിൽ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. മോന് ഇന്ന് മുഹീദി ശൈഖിന്റെ ആണ്ടാന്ന്. നമ്മളെങ്ങനെയാ? ബില്ലിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ഇതെങ്ങനെ പഠിച്ചത്? ഉമ്മം നഫീസത്ത് മാല ചൊല്ലുന്ന കേട്ടിട്ട്. അല്ലാ തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങും. ഇതെങ്ങനെ നമ്മൾ പഠിച്ചത്? ഉമ്മ ചൊല്ലുന്ന കേട്ടിട്ട്. അന്ന് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ കിച്ചണിൽ ഇറങ്ങാൻ വിടും ആരെങ്കിലും? ഇല്ല. എന്തേ? വാഖിയും മുൽക്കോതി കഴിയണം, യാസീൻ പാരായണം ചെയ്യണം, മുഹീദ്ദീൻ മാലയുടെ മജ്‌ലിസിൽ ഇരിക്കണം. അതന്നെ. രാവിലത്തെ ചായ കിട്ടണമെങ്കിൽ അന്ന് വീടുകളിൽ ഖുർആൻ ഓതി തീർക്കണ്ടേ? വേണം, അല്ലേ? വേണം. അല്ലാമ ബാഖ്റം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ യാസീൻ സൂറത്ത് കാണാതെ ഓതാൻ പഠിച്ചത് എൻ്റെ ഉമ്മ ഓതുന്ന കേട്ടിട്ടാണ്. അപ്പൊ ഷാദുൽ ഇമാമിന്റെ ആണ്ട് വരുമ്പോൾ ഷാദുൽ ഇമാമിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. റിഫായി ഷെയ്ഖിനെ ഓർക്കേണ്ട മാസം വരുമ്പോൾ റിഫായി ഷെയ്ഖിന്റെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം.
അങ്ങനെ സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞ് ആ കുട്ടി സുന്നത്തു ജമാഅത്തിന്റെ മോനായി വളരണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? 6ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച് ഒഴിവായി, ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾ ശിർക്കാകും. അവിടെയൊന്നും മൗലിദില്ല കേട്ടോ. സൗദി അറേബ്യ അല്ല ശരിക്കും ഇസ്ലാമുള്ള നാട്. അവിടുത്തെ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖയിലും മക്കത്തും മദീനത്തും നമ്മളെ കാസർഗോഡൊക്കെ ഉള്ള പോലെ ഒരൊറ്റ കബറും കെട്ടിപ്പൊക്കിയിട്ടില്ല. അതൊക്കെ തെറ്റാന്ന് ഇപ്പൊ മനസ്സിലാകുന്നെന്ന് വരും പറയും കേട്ടാ. പോകുമ്പോ ചെല്ലിയ മദർ മൗലിദ് വരുമ്പോ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ ചെറുക്കാവും. എന്താ കാരണം വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. ഈ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖയിലുള്ള സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ മേലെ കുബ്ബ ഉണ്ടായിരുന്നു, ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് ഇമാം നവവി റഹിമഹുള്ളയുടെ തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിലും അത്യാദിയുള്ള സർവ്വചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഇല്ലേ? ഉണ്ട്. ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളത് പിന്നെ കളവാവോ? അല്ല, അത് കളവായിട്ടല്ല. ആ ഇമാമിങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ കുബ്ബ ഉണ്ടായിരുന്നു, ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് വന്നിട്ട്, വഹാബി നേതാവ് വന്നിട്ട് സൗദി ഭരണം ഏറ്റെടുത്തപ്പോൾ കെട്ടിപ്പൊക്കിയ മുഴുവൻ ഖബറും അടിച്ച് പൊളിച്ച് തകർത്താടിയതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഉറപ്പല്ലേ? ഒരു വീട്ടിൽ പോയിട്ട് ഒരാൾ പറയാണ് ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത്, ഒന്നുമില്ല. എന്തേ? ഓൻ എന്നെ കുറച്ച് നേരത്തെ ഓൻ്റെ ഏട്ടൻ പോയിട്ട് ഫുഡ് കാലിയാക്കിയിട്ട് പ്ലേറ്റ് കാലി വെച്ചാൽ എന്താ പറയല്? അവിടെ ഫുഡ് ഉണ്ടെന്ന് പറയില്ല. ഇല്ല. അതേപോലെ ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു. ഇവൻ്റെ ഏട്ടൻ നേരത്തെ പോയിട്ട് പൊളിച്ചതാണ്. എൻ്റെ അയ്യന്മാർ പോയിട്ട് ഒരാടില്ല. അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ സ്വാലിഹീങ്ങളുടെ ചരിത്രം. ലാസ്റ്റ് 5ാമത്തത്, കുട്ടികളെ നന്നാവുള്ള 5ാമത്തെ കാര്യം, നമ്മൾ മാതൃകാ ജീവിതം നയിക്കുക. ഉപ്പയും ഉപ്പ രഹസ്യമായി മൊബൈലിൽ ഹറാമ് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെ കുട്ടി നന്നാവല്? ഭർത്താവ് വരുമ്പോൾ ഉമ്മ അത് ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ എങ്ങനെയാ കുട്ടി നന്നാവുക? എങ്ങനെയാ നന്നാവുക? നമ്മൾക്ക് കുറെ ഇബാദത്ത് ഉണ്ടാവണം. നമ്മൾക്ക് കുറെ ഇബാദത്തുകൾ ഉണ്ടാവണം. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ചത് എങ്ങനെയാണെന്നറിയോ? ഉപ്പ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ എന്താ നിസ്കരിക്കണത്? തഹജ്ജുദ്. ഉപ്പ എന്താ എന്നെ വിളിക്കാത്തത്? കണ്ടോ? അങ്ങനെയാ ചെറിയ പ്രായത്തിൽ 10 വയസ്സ് പോലും എത്താത്ത കുട്ടി തഹജ്ജുദ് നിസ്കാരം ആരംഭിക്കണത് ഉപ്പാന്റെ തഹജ്ജുദ് കണ്ടിട്ടാ. സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്സരി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ചത് അമ്മാവന്റെ തഹജ്ജുദ് കണ്ടിട്ടാണ്. അപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളോട് ഉസ്താദ് പറയാണ്, ഹിജാബൊക്കെ ഇടേണ്ട പ്രായമായി മോളെ, അന്യപുരുഷന്മാരെ നമ്മളെ കാണാൻ പാടില്ല. അപ്പോൾ ആ കുട്ടിക്ക് തോന്നാണ്, ശരിയല്ലേ, ഫാത്തിമ ബീവിയുടെ ഒക്കെ സൂക്ഷ്മമായ ജീവിതത്തിൻ്റെ കഥകളല്ലേ ഇന്നലെ ഉസ്താദ് പറഞ്ഞത്, ഇനി എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമല്ലേ എന്ന് വിചാരിക്കുമ്പോഴാണ് ഉമ്മ ഹിജാബ് ഇടാണ്ട് മത്സ്യ വിൽപ്പനക്കാരനോട് വർത്താനം പറയുന്നതും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരനോട് വർത്താനം പറയുന്നതും കാണുന്നത്. പിന്നെ ഇങ്ങനെ ഈ കുട്ടി മദ്രസയിൽ പോയിട്ട് ലെവലാവുക? ആമ്പിള്ളരോട് ഉസ്താദ് മദ്രസയിൽ നിന്ന് പറയണ, എന്താടാ നിന്റെ മുടിയുടെ കോലിങ്ങനെ, ഇതെന്താടാ ഇളനീനായിട്ട് ചെത്തിയ മാതിരി? ഉസ്താദ്, ഞാൻ നാളെ മുതൽ ശരിക്കും. ഉറപ്പല്ലേ? വീട്ടിലെത്തിയിട്ട് ഏട്ടന്മാരായ 3 ആളെ നോക്കുമ്പം ഇവൻ വിചാരിക്കും പിന്നെയും മെച്ചൻ ഞാനാണ്, ഇവർ ഇളനീൻ എന്നെ ചക്ക എന്നെ ചെത്തിയ മാതിരിയാണ്. പിന്നെ എന്തിനാ ഈ പിള്ളേർ മദ്രസയിലേക്ക് അയക്കുന്നത്? മനുഷ്യന്മാരെ എന്തിനു പയക്കണത്? എന്താ അതിനെ കൊണ്ട് കാര്യം? മൊബൈലൊന്നും അധികം ഉപയോഗിക്കരുത് കേട്ടോ. എന്ന് കേട്ട ഒരു കുട്ടി, സ്കൂളിൽ നിന്ന് കേട്ട ഒരു കുട്ടി, സ്ക്രീൻ അഡിക്ഷൻ്റെ ഭവിഷ്യത്ത് കേട്ട ഒരു കുട്ടി വീട്ടിലെത്തുമ്പോൾ ഉമ്മാനോട് മിണ്ടാൻ തന്നെ കഴിയുന്നില്ല. ഉമ്മ ഫുള്ള് മൊബൈലിലാണ്. ഉമ്മ പാചകക്കല പഠിക്കുന്നതിൻ്റെ യൂട്യൂബ് നാം. കോഴിയെ കാൽ വിടർത്തുക, മുളക് പൊടി വിതരണം ചെയ്യുക, ഇങ്ങനെയാണ് പഠിക്കണം തന്നെ. അപ്പോൾ ഈ കുട്ടി എങ്ങനെ ഈ ഡിജിറ്റൽ ലോകത്ത് നിന്ന് ഇറങ്ങുക? മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് വിചാരിച്ച ഒരു കുട്ടിക്ക് വീട്ടിൽ നിന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഒരൊറ്റൊരാളെ മാതൃകയാക്കാൻ പറ്റുന്ന വീട്ടിൽ ആളില്ലെങ്കിൽ പോയില്ലേ കഥ. അപ്പൊ നമ്മൾ മാതൃകയാവണം വീട്ടില്. അപ്പൊ നമുക്ക് സ്വർഗം വാങ്ങാൻ പറ്റിയ 3ാമത്തെ ഒരു ഏരിയയാണ് മക്കൾ എന്നുള്ളത്. 4ാമത്തെ 7 പറയണമെന്ന് കരുതിയിരുന്നു. പക്ഷേ ക്ലോക്കിന് എന്താണാവോ നമ്മളോട് വളരെ വേഗത്തിലാണ് മുപ്പര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ഒരു ആശങ്കയോടെ തന്നെയാണ് വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 4ാമത്തെ കൂടി പറഞ്ഞ് ഞാൻ വെയിൻ്റെ പെയ്യാം. 4ാമത്തത്, നമുക്ക് സ്വർഗം വാങ്ങാനും നരകം വാങ്ങാനൊക്കെ പറ്റുന്നതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങാനും പറ്റും, നരകം വാങ്ങാനും പറ്റും. എങ്ങനെയാണ് സ്വർഗം വാങ്ങുക? ഹലാലായ സമ്പാദ്യമായിരിക്കണം നമ്മുടെ. സമ്പാദിക്കുന്നതൊക്കെ ഹലാലായിരിക്കണം. ചെലവഴിക്കുന്നത് ഇബാദത്തിൻ്റെ മേഖലയിലും ആയിരിക്കണം. അനാവശ്യത്തിന് ഫണ്ട് ചെലവാക്കരുത്. എൻഗേജ്മെൻറ്റിൻ്റെ പേരിൽ ദൂർത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലും ഗസയിലും റഫയിലുള്ള മുസ്ലിമീങ്ങൾ ഇസ്രായേലിൻ്റെ ബോംബിൽ ചുട്ടരിക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ സിയാറത്തിനോ മറ്റോ പോയാൽ കോടിക്കണക്കിന് ഭൂമികൾ ഒരു നേരത്തെ അന്നമില്ലാതെ, കിടപ്പറയില്ലാതെ, വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ
എൻഗേജ്മെന്റിന്റെ പേരിൽ നമ്മളെ നാട്ടിൽ ചോക്ലേറ്റിന്റെ പർവ്വതം. പെണ്ണിനോ ചെക്കനോ ഉള്ള 15 ലക്ഷം രൂപ. മിനിനാത് പെരുന്നാൾ കഴിഞ്ഞാലും ഇന്ന് എല്ലാവരും പച്ച ഡ്രസ് കോഡ്. ഫോട്ടോ എടുത്തില്ലേ? നാളെ ഇളയമാന്റെ മോളെ കല്യാണത്തിന് എല്ലാവരും ചുവന്നത്, മറ്റന്നാൾ വേറെ ഇളയപ്പാന്റെ മോളെ കല്യാണത്തിന് അതാ എല്ലാവരും യെല്ലോ ഓർ വൈറ്റ്. മദീനയിൽ നിന്ന് കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ജസദിൽ വാഹിദ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിൻ ഒരു ശരീരം പോലെയാണ്. ഈ വിരലിലെങ്ങാനും വല്ല ചില്ലോ ഗ്ലാസോ കൊണ്ടിട്ട് മുറിവേറ്റു പഴുത്തു, അത് വിരൽ അനുഭവിക്കട്ടെ, കുരുത്തക്കേട് കാണിച്ചതല്ലേ എന്ന് ശരീരം ആരും പറയാതെ ശരീരം മുഴുവനും പരിപാലിച്ച് ടയേർഡായി ഈ വിരലിനോട് സഹകരിക്കും, കൂടെ നിൽക്കും. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരവയവത്തിന് കേടുവന്നാൽ, വേദന വന്നാൽ പനിച്ചിട്ടും ഉറക്കൊഴിഞ്ഞിട്ടും കൂടെ നിൽക്കുന്നത് പോലെയാണ്. റഫയിലെ മൂമിനീങ്ങളോടൊപ്പം നമ്മൾ എന്താ ചെയ്യണത്? ഗസയിലെ മൂമിനീങ്ങളോട് നമുക്കെന്താ ബന്ധം? മന്തി പോലത്തെ സാധനം ഫുഡ് ആൻഡ് വീൽസിൻ്റെയോ ഐവ ഫൗണ്ടേഷൻ്റെയോ കീഴിൽ വല്ല മന്തി പോലത്തെ സാധനങ്ങാനും ഉത്തരേന്ത്യയിലെ മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ 3 വറ്റ് പിള്ളർ തിന്നിട്ട് ബാക്കി പൊത്തി വെച്ചിട്ട് ഉപ്പക്കും ഉമ്മക്കും കൊണ്ടുപോകുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളോട് നമുക്കെന്താ ബന്ധമുള്ളത്? ചോക്ലേറ്റിന്റെ മലയും പർവ്വതവും എൻഗേജ്മെന്റിന്റെ പേരിൽ. എത്ര ചെറുക്കന്മാരാ എൻഗേജ്മെന്റിന്റെ പേരിൽ അറുത്തുപോകുന്നത്? ഉമ്മ നിർബന്ധിക്കും, സ്വർണം തന്നെ വാങ്ങണം, നമുക്കൊരു പ്രസ്റ്റേജ് ഉണ്ട്, മോശമല്ലേ? ഉമ്മ, എനിക്ക് കല്യാണം 2 മാസം കഴിഞ്ഞിട്ട് നടത്തണ്ടല്ലേ? വീടെടുത്തതിന്റെ പണിയുടെ ആ കടം തന്നെ തീർന്നിട്ടില്ല, ഇനിയും സ്വർണം, പിന്നെ നമ്മുടെ കുടുംബത്തിന് ഒരു പ്രസ്റ്റേജ് ഇല്ലേ, ഓർന്നെല്ലാം വിചാരിക്കൂലേ എന്ന്. ഈ ഉമ്മക്ക് എവിടെ നിന്നാണ് ഈ വിവരം നേടിയത്? സാധാരണ ഒരു ഉമ്മ എന്ന് പറഞ്ഞ മക്കളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തേണ്ടവരല്ലേ? എന്നിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും പലിശക്ക് വെച്ചിട്ടാണെങ്കിലും സ്വർണം വാങ്ങണം എന്ന് പറയുന്ന ഉമ്മ എങ്ങനെയാണ് നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക? നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ മോന് ശ്രമിക്കുമ്പോൾ ആ മോനെ പിടിച്ച് നരകത്തിൽ ഇടയല്ലേ ഉമ്മ ചെയ്യുന്നത്? അല്ലേ? അപ്പോൾ നമ്മുടെ സമ്പത്തിനോട് എങ്ങനെയാണ് നമുക്ക് സൂക്ഷ്മത ഉണ്ടാവേണ്ടത്? അപ്പം എൻ്റെ സമ്പാദ്യം 5 പൈസ ചെലവെക്കുന്നത് ഹലാലാവണം, ഇബാത്താണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടു. മഹാനവറുകൾ ആ വലീമത്തിനെത്തിയപ്പോൾ ആ വലീമത്തിന്റെ സദ്യയിൽ, കല്യാണ സദ്യയിൽ വെള്ളിയെ കൊണ്ട് ഉണ്ടാക്കിയ സുറുമയുടെ കുപ്പി കണ്ടു. വെള്ളിനെ കൊണ്ട് സുറുമയുടെ കുപ്പി ഉണ്ടാക്കിയതായിട്ട് കണ്ടു. മഹാനവറുകൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ആരോ ചോദിച്ചു, എന്തേ? സുർമ്മക്കുപ്പി വെള്ളിനെ കൊണ്ടുണ്ടാക്കൽ അത് കുറച്ച് ഓവറാണ്, അത് ഉള്ള സദസ്സിൽ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇപ്പം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കല്യാണത്തിന് പങ്കെടുക്കും? കുറച്ചൊക്കെ ഒന്ന് നിർത്തണം മച്ചന്മാരെ, കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കണം. സമ്പാദ്യം കുറച്ച് ഗൾഫ് പണം നമ്മളെ നാട്ടിലേക്ക് ഒഴുകിയപ്പോൾ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ ഒരു പര്യവസാനമുണ്ട്. ആഖിറത്തിൽ ഓരോന്നിനും അള്ളാഹുവിനോട് അക്കമിട്ട് മറുപടി പറയേണ്ടി വരും. ഉമ്മമാര് പെങ്ങന്മാര് ഈ വിഷയത്തിൽ ഒന്ന് സൂക്ഷ്മത ഉണ്ടെങ്കിൽ തന്നെ ചെക്കന്മാര് കുറച്ചൊക്കെ രക്ഷപ്പെടുമെന്നാണ് കൺസെപ്റ്റ്. ഒന്നും വേണ്ട, എൻഗേജ്മെന്റ് ഒന്ന് ചവിടിച്ചിട്ട് വരാം എന്ന് പറയുകയാണെങ്കിൽ പെങ്ങളെ വക വണ്ടി കിക്കർ ചവിട്ടും. ഒന്നും ഇല്ലാണ്ട് പോകുമ്പോൾ മോശമല്ലേ, ഒരു മോതിരം. അപ്പൊ മൂത്താട്ടത്തിന് മോതിരം നമ്മുടെ കുടുംബത്തിനൊരു എന്നാ ഈ പെങ്ങളൊരു മോതിരം തരോ? അതുണ്ടാവില്ല. നമ്മളെ പണം കറക്റ്റായി. അതേപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പലിശയുമായിട്ട് ഒരു ബന്ധവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കറിയാം, അഹ്മദ് ബിൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് ഒരു സംഖ്യ കടം കൊടുത്തു. കടം കൊടുത്തപ്പോൾ അയാൾ കടം തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ടും തന്നിട്ടില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയാളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ കടം വാങ്ങിയ മനുഷ്യന് മനസ്സിലായി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ തരാലോ, നിങ്ങളെന്താ ഈ വെയിലത്ത് നിൽക്കണത്? കയറിയിരിക്കൂ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ സൺഷെയ്ഡിന്റെ തണൽ കൊള്ളാലോ, കയറി വരി. വേണ്ട. അതെ, ഞാൻ നിങ്ങൾക്ക് 10,000 അല്ലേ തന്നത്? അത് നിങ്ങൾ തിരിച്ചു തരുമല്ലോ എനിക്ക്. അതെ, മതിയല്ലോ. അതും നിങ്ങൾ കയറിയിരിക്കാത്തത് എന്താ ബന്ധം? എനിക്ക് ഞാൻ തന്ന 10,000 തിരിച്ചു തരുന്നതോടൊപ്പം നിങ്ങളെ വീടിന്റെ തണൽ കൂടി ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ തന്ന സംഖ്യന്റെ കൂടെ ഒരു ലാഭം നേടിയെടുക്കലാകുമ്പോൾ പലിശയാവോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. കുല്ലു ഖർലിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന എല്ലാ ഏർപ്പാടും ഇസ്ലാമിൽ പലിശയാണ്. അത് ചിലപ്പോൾ പണിക്കൂലി ഇല്ല സ്വർണത്തിന്, അല്ലെങ്കിൽ അങ്ങനെയില്ല. അങ്ങനത്തെ എന്ത് മസല നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ പണമടച്ച് പിന്നീട് വാങ്ങുന്ന ഏതൊരു കാര്യത്തിലും നമ്മൾ ഒരു അറിവുള്ള ഒരാളോട് ചോദിച്ചിട്ടല്ലാതെ ഒരു വിഷയത്തിലും ഇടപെടരുത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ചില മഹാന്മാരുടെ സൂക്ഷ്മത കേട്ട് നിങ്ങൾ, അവർ 1000 രൂപ കടം കൊടുത്താൽ, രൂപ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഉദാഹരണം പറയാം കേട്ടോ, 1000 രൂപ കടം കൊടുത്താൽ തിരിച്ചു വാങ്ങുമ്പോൾ 990 900 ഒക്കെ വാങ്ങുള്ളൂ. എന്തേ? അന്ന് ചില്ലറ 1000 ഇങ്ങനെ എണ്ണിത്തരുമ്പോൾ എൻ്റെ ഒന്ന് തെറ്റിപ്പോയിട്ട് 1000 ആയതാണെങ്കിൽ